a lot of abuses are hearing day by day. Abuse is any form of harm or mistreatment inflicted on students or others, either physically, emotionally, or sexually. It affects students in greater extent. It may cause harm to their mental, emotional, and academics too. Addressing those abuses requires awareness, vigilance, and a strong commitment to creating a safe space for children. Laws like POCSO Act play a crucial role in preventing and addressing abuses. It's a landmark legal framework designed to protect children from sexual offenses. Let's listen to the words of Mr. Wilson Verghese, who has worked as a guidance counselor at Holy Angels English Medium High Secondary School, Adur, and also he was worked as a ward counselor. നമസ്കാരം. Sir, POCSO Act എന്നാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്സ്വൽ ഒഫൻസ് എന്നാണ് എന്നതിൻ്റെ ചുരുക്ക ഫോമാണ് പോക്സോ എന്നുള്ളത്. പോക്സോ ആക്ട് എന്നാണ് നിലവിൽ വന്നത്? 2012 ഈ പോക്സോ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പോക്സോ ആക്ട് നിലവിൽ കൊണ്ടുവന്നത്? ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, അതുപോലെ അശ്ലീലത എന്നിവയ്ക്ക് എതിരെ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ നിയമം ഉണ്ടാക്കുന്നതിനും, അതേപോലെ സ്പെഷ്യൽ കോടതികൾ ഈ കുറ്റവിചാരണ നടത്തുന്നതിന് വേണ്ടി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമാണ് ഈ നിയമം നിലവിൽ. കുട്ടികൾക്കെതിരെ എന്ത് അതിക്രമം ഉണ്ടായാലും അതെല്ലാം പോക്സോ കേസിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് ഈ പോക്സോ നിയമ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്. അനുബന്ധമായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? ഇത്തരം പോക്സോ കേസുകൾ ഉണ്ടായാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെയും അതേപോലെ അത് അറിയുന്ന അധ്യാപകരുടെയും അത്തരം ആളുകളുടെ ഒരു ചുമതലയാണ് ഇത് അറിയിക്കുക എന്നുള്ളത്. അങ്ങനെ അറിയിക്കാതിരുന്നാൽ നിയമപരമായ നടപടികൾ അവർക്ക് നേരിടേണ്ടി വരും. പോക്സോ ആക്ടിന്റെ ശിക്ഷാവിധികൾ എന്തൊക്കെയാണ്? പോക്സോ കേസിൽ ഉൾപ്പെടുന്ന ഇരകൾ അവർക്ക് 12 വയസ്സിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വധശിക്ഷ നൽകുന്ന ഒരു നിയമം 2018 രൂപീകരിക്കുകയുണ്ടായി. അതിൽ സാധാരണ കേസുകളിൽ 18 വയസ്സിൽ താഴെയാണെങ്കിൽ ഇരകളാകുന്ന ആളുകൾക്ക് അങ്ങനെ കുറ്റകൃത്യം ഏർപ്പെട്ടാൽ അത് കുറ്റവാളികൾക്ക് 7 വർഷം വരെ തടവും അതേപോലെ തന്നെ പിഴയും ജീവപര്യന്തവും ഉൾപ്പെടുന്ന ഒരു ശിക്ഷയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ 12 വയസ്സിൽ താഴെയാണ് ഈ കുട്ടികൾ ആണെങ്കിൽ 2018 ആ നിയമം മൂലം അവർക്ക് വധശിക്ഷ വരെ നൽകാവുന്ന ഒരു നിയമം ഇന്ത്യയിൽ നടപ്പാക്കുന്നുണ്ട്. കുറ്റകൃത്യത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ സംരക്ഷണം എങ്ങനെയായിരുന്നു? കുറ്റകൃത്യത്തിൽ ഇരയാക്കപ്പെട്ടവരെ അവർക്ക് സംരക്ഷണം നൽകുന്നത് അവരെ പുറത്തറിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും അടയാളങ്ങൾ, അവരുടെ ഫോട്ടോയോ അതുപോലെ അവരെ തിരിച്ചറിയുന്ന രേഖകളോ പേരോ അല്ലെങ്കിൽ നാടോ ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യം ചെയ്താൽ സമൂഹ മാധ്യമം വഴിയാണെങ്കിലും അത് വ്യക്തികൾ വഴിയാണെങ്കിലും അങ്ങനെ പരസ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ഉള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഏർപ്പെട്ടാൽ അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുന്ന രീതിയാണ് ഈ പോക്സോ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഇത് ആദ്യം അറിയുന്നത് മാതാപിതാക്കളാണ് എന്നുണ്ടെങ്കിൽ അത് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അതുപോലെ ബാലാവകാശ കമ്മീഷനെ അറിയിക്കുകയും അതുപോലെ വനിതാ ശിശു വകുപ്പുണ്ട് അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ല സാധാരണ കൂടുതലും കുട്ടികളുടെ കൗൺസിലിംഗ് നടത്തുന്ന വഴി അധ്യാപകർ മുഖേന കൗൺസിലേഴ്സ് മുഖേനയൊക്കെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അവർക്കും മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഏജൻസികളെ അറിയിച്ച് ശിക്ഷാവിധികൾ കൊടുക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തോട് അറിയിക്കാൻ കഴിയുന്നത് എന്താണ്? നാം സാധാരണ പത്രങ്ങൾ വഴി മറ്റു മാധ്യമങ്ങൾ വഴി പോക്സോ കേസുകളെ കുറിച്ച് അറിയുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട കുട്ടി എന്നുള്ളതാണ് നാം സാധാരണ കേൾക്കുന്നത്. അതുകൊണ്ട് ഈ സമൂഹ മാധ്യമം വഴിയാണ് കൂടുതലും ഈ കേസുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു തിരിച്ചറിവ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മാതാപിതാക്കളായാലും അതുപോലെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരായാലും മാത്രവുമല്ല അവർ ഉൾപ്പെടുന്ന സമൂഹത്തിലെ മതപരമായും രാഷ്ട്രീയപരമായും ഒക്കെയുള്ള കൂട്ടായ്മകളിൽ
അവർക്കെതിരെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഈ ലോകത്തിൽ കൂടുന്നുണ്ട് എന്നുള്ളത് അറിയുന്നതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ജാഗ്രത കാണിക്കുന്നതിന് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സമൂഹ മാധ്യമം, പ്രത്യേകിച്ചും വാട്സപ്പ്, അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചതിക്കുഴിയിൽ ഏർപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മാധ്യമങ്ങൾ വഴി കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലത് ഏതാണെന്നും നല്ലതല്ലാത്ത ചീത്ത ഏതാണെന്നും തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഈ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി മാതാപിതാക്കൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയെടുക്കുക. അതേപോലെ തന്നെ അധ്യാപകരായാലും മറ്റ് സാമൂഹിക പരിഷ്കർത്താക്കളായാലും അതുപോലെ രാഷ്ട്രീയത്തിലായാലും, പക്ഷേ രാഷ്ട്രീയത്തെ കൂട്ടായ്മകളിൽ പോലും കുട്ടികളിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയുള്ള വിവേകം ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധവൽക്കരണം കൃത്യമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒത്തിരിയൊക്കെ ഇതിനെയൊക്കെ കുറച്ച് എടുക്കാനൊക്കെ സാധിക്കും. ഒരാപ്തവാക്യമുണ്ടല്ലോ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെയുള്ള അവബോധം നമ്മുടെ സമൂഹവും കുടുംബവും ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ ഒരു പരിധി വരെ നിയന്ത്രിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അത്തരം കാര്യങ്ങളിലേക്ക് ഉണ്ടാകണമെന്നാണ് ഇത്തരത്തിൽ എനിക്ക് പറയാനുള്ളത്. Okay, thank you, sir. ഓക്കെ.